ഇംഗ്ലീഷിലെ പരിമിതിയെ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് എനിക്ക് ഒരു വിരോധവുമില്ല. ഞാനത് മെച്ചപ്പെടുത്താൻ ഇനിയും ശ്രമിക്കും എന്നാണ് എനിക്ക് അവർക്കുൾപ്പെടെ കൊടുക്കാനുള്ള ഉറപ്പ്. പക്ഷേ ഒരു കാര്യം, ഭാഷയല്ലല്ലോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അതാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാഷ മെച്ചപ്പെടുന്നതുവരെ കാത്തിരുന്നെങ്കിൽ എനിക്ക് ഹരിയാനയിലെ നൂഹിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഷയാണല്ലേ നിങ്ങളുടെ പ്രശ്നം? അദ്ദേഹത്തിന്റെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകളാണല്ലേ നിങ്ങളുടെ പ്രശ്നം? അല്ലാതെ അവിടെ 2000-ഓളം കുടുംബങ്ങൾ അവരുടെ വീടുകൾ തകർത്തതല്ല നിങ്ങളുടെ പ്രശ്നം. അവർ തെരുവിൽ തണുപ്പ് കൊണ്ട് ഉറങ്ങിയതല്ല നിങ്ങളുടെ പ്രശ്നം. അദ്ദേഹത്തിന്റെ ഭാഷയായിരുന്നല്ലേ നിങ്ങളുടെ പ്രശ്നം? അല്ല, ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന കോൺഗ്രസിന്റെ ലീഗിന്റെ ഒക്കെ നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. എവിടെ അവരൊക്കെ? ആരെയും കണ്ടില്ലല്ലോ. ആ സ്ഥലത്ത് ആകപ്പാട് സന്ദർശിച്ചത് സഖാവ് എ റഹീമും പിന്നെ സഖാവ് കെ ടി ജലീലും മാത്രമാണ്. അതിനുശേഷമാണല്ലോ നിങ്ങളുടെ ആളുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തിയത്. അവരൊന്നും ആ ഭാഗത്തോട്ടെ കണ്ടില്ലല്ലോ. പണ്ട് AKG സഭയിൽ പറഞ്ഞൊരു കാര്യം, പാർലമെന്റ് പറഞ്ഞൊരു കാര്യമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തെ മുറി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കുമെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, മൈ ഇംഗ്ലീഷ് മേ ബി ബ്രോക്കൺ ബട്ട് ദ കാസ് ഐ റെപ്രസെന്റ് നെവർ ഈസ്. എന്റെ ഇംഗ്ലീഷ് ചിലപ്പോ ഓക്കെ ശരിയല്ലായിരിക്കും, പക്ഷേ ഞാൻ പ്രതികരിക്കുന്നത് അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോ നെഹ്റു വളരെ സമാധാനപരമായി അത് പാർലമെന്റിൽ കേട്ടിരുന്നു. നെഹ്റു കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞിരുന്നു, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആ സമയത്ത് പറഞ്ഞിരുന്നു, AKG പാർലമെന്റിൽ ഹാജരാകുമ്പോൾ അത് നിങ്ങൾ അവിടെ ഉണ്ടാവണം. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതികരിക്കുന്നത് പാവങ്ങളുടെ പ്രശ്നമാണെന്നാണ്. അപ്പൊ ഇവിടെ സഖാവ് എ റഹീം MP പ്രതികരിച്ചത് പാവങ്ങളുടെ പ്രശ്നം. അദ്ദേഹത്തിന് പാർട്ടി നിർദ്ദേശം നൽകിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയല്ല നോക്കിയത്, അദ്ദേഹത്തിന്റെ സമയവും സൗകര്യമല്ല നോക്കിയത്, ആ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തത്. അപ്പോ ജനങ്ങളുടെ സങ്കടത്തിന് ഒരു ഭാഷയുള്ളൂ, അത് സഹാനുഭൂതിയാണെന്നുള്ളത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും.